Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ ജോണായിരിക്കും ഡോൺ. ഇനി ആ മോട്ടുപത്തിലൂടെ എന്റെ അടുത്ത് ആരായിരിക്കും രക്ഷിക്കുക? അവരെ തുരത്താൻ എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ശല്യം ഒഴിവാക്കാൻ എനിക്കൊരു വഴി കിട്ടിയിട്ടുണ്ടെന്ന്. കൊള്ളാം ബോസ് കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് ഇത് നോക്ക്. ഈ സ്പ്രേയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതാരുടെയെങ്കിലും ദേഹത്തടിച്ചാൽ ഒരു പ്രത്യേക മണം വരാ. അങ്ങനെ മണം വന്നാൽ വവ്വാൽ അവരെ പൊക്കിക്കൊണ്ട് പോകും. ബോസ് ബോസ് എപ്പോഴും നിങ്ങളുടെ പ്ലാൻ ഫെയിൽ ആണല്ലോ ആകുന്നത്. എപ്പോഴും വിജയിക്കുന്നത് മോട്ടും പത്തിലോ. അവരൊരിക്കലും ജയിക്കുകയില്ല. കാരണം ഈ സ്പ്രേ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇത്തവണ അവർക്ക് എന്റെ അടുത്തത് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ സ്പ്രേയിനെ എങ്ങനെയാണ് സ്പ്രേ ചെയ്യേണ്ടത്? തരൂ, ഞാനൊന്ന് സ്പ്രേ ചെയ്ത് നോക്കട്ടെ. എന്തായി കാണിക്കുന്നത്? എന്റെ സ്പ്രേ എന്റെ ദേഹത്ത് തന്നെ അടിക്കുന്നു. നീ ഈ സ്പ്രേ അടിച്ച് ഇവരെല്ലാം വിളിച്ചു വരുത്തിരിക്കുക. ഇനി ഇവർ എന്നെയും പൊക്കിക്കൊണ്ടങ്ങ് പോകും. എന്റെ കാര്യം കണ്ട പോകാൻ. ബോസ് ഓടിക്കോ. എന്റെ ഈ നിപ്പയിൽ നിന്ന് രക്ഷിക്കാം. ഈ പാവം ജോണിനെ രക്ഷിക്കാം. ദേ ഒരു പിച്ചക്കാരൻ. ഇവിടെ ഒന്നുമില്ല, പെട്ടെന്ന് ഓടിക്കോ. പേടിക്കണ്ടടാ, നിപ്പ വൈറസ് ഒന്നും പിടിച്ചിട്ടില്ല. ഇതാ ഇത് വെച്ചോ. ഇനി ഇവിടുന്ന് പോക്കേ. എന്നെ പിച്ചക്കാരനാക്കിയല്ലേ? ഞാൻ പിച്ചക്കാരനാണെന്ന് വിചാരിച്ചത്. ഈ ജോൺ പിച്ചക്കാരനാക്കിയല്ലേ? നിക്കടാ അവിടെ. ജോണിൽ നിന്ന് എങ്ങനെയാണ് പിച്ചക്കാരനായത് ബോസ്? നമ്പർ 1, ഒരുപാട് സങ്കടം നിറഞ്ഞ കഥയാണത്. അറിയാമോ, നിങ്ങൾ കാരണം ഞാൻ പെട്ടുപോയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വവ്വാലുകളുടെ അടുത്ത് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. അവറ്റകൾ എന്നെ തിന്ന് കുരുതുപ്പുന്നത് പോലെ ഒരു കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളാണ് എന്നെ കൊലയ്ക്ക് കൊടുത്തത്. നിക്കടാ അവിടെ. ബൈ ബൈ മോട്ടുപത്തിലു. ബൈ ബൈ. താങ്ക് യു ജോൺ. കൊള്ളാം, നല്ല പെർഫ്യൂം. എന്റെ മോട്ടു, ഇതെന്താ ഇത്രയും വവ്വാലുകൾ എവിടുന്നാ വന്നത്? തനിയെ വന്നതല്ല, വിളിച്ചു വരുത്തിയതാ. വലിയ വലിയ വവ്വാലുകൾ നിങ്ങളെ ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോകും. അവിടുന്ന് നിങ്ങൾക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. എന്റെ മോട്ടു ഓടിക്കോ. ഇത് ജോണ് തന്ന പണിയാണ്. അല്ല പത്തിലു, ഈ ബാറ്റ്സ് ഒക്കെ എന്തിനാ നമ്മുടെ പുറകിൽ വരുന്നത്? നമ്മൾ ഇവറ്റകൾ എന്താ ചെയ്തത്? നമ്മുടെ ദേഹത്താ ജോണ് സ്പ്രേ അടിച്ചില്ലേ, അവൻ നമുക്ക് അങ്ങനെ പണി തന്നതാ. അതിന്റെ മണം കേട്ടിട്ടാ ഇവറ്റകളെല്ലാം പുറകെ വരുന്നത്. അവറ്റകൾ പോയി. പത്തിലു, ഇനി നമുക്ക് വന്ന വഴിയെ പോവാം. വരൂ. എന്റെ പത്തിലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. എടാ ജോണെ, നീ ഞങ്ങൾക്കിട്ട് തന്നെ പണി തന്നു അല്ലേ? അവനെ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കേന്റെ അടുത്തേക്ക് പോവാം. വലിയേട്ടാ, ജോൺ ഞങ്ങളുടെ ദേഹത്തോട്ട് ഒരു സ്പ്രേ അടിച്ചു. പൊളിച്ചെടുത്തല്ലോ. ഈ വവ്വാലിനെ പിടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. വവ്വാല് പറന്നു വരുമ്പോ അതിന്റെ മീതെ കണ്ണാടിന്റെ വെളിച്ചം അടിച്ചാ മതി. അത് അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിക്കോളും. ദാ വരുന്നു വവ്വാല് പറന്നു വരുന്നുണ്ടല്ലേ. നിങ്ങൾ കണ്ണാടി കാണിച്ചോളൂ. അയ്യോ, അതൊക്കെ തിരിഞ്ഞാണല്ലോ വരുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് ഗസീറ്ററാം തന്ന പണിയാ. ഓടിക്കോ. ഓടിച്ചെടുത്തല്ലോ. ഞാൻ വായിച്ചത് ഒരുപക്ഷെ തെറ്റായിരുന്നു. ഒരുപക്ഷെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വവ്വാലിന്റെ നേരെ കണ്ണാടി കാണിക്കാൻ പാടില്ല എന്നായിരിക്കും.
ഇനി ഞാൻ ഈ ഫുർഫുറി നഗരം മുഴുവനും ഈ സ്പ്രേ അടിക്കാൻ പോവുകയാണ്. ബോസ്, ഈ ഫുർഫുറി നഗരത്തിൽ മുഴുവൻ സ്പ്രേ ചെയ്താൽ എന്തുണ്ടാകും? ഇടം മരമണ്ട, ഇതിന്റെ മണം കൊണ്ട് വവ്വാലുകൾ ഇവിടെ നിറയെ. അപ്പൊ ഇവിടെയുള്ളവരെല്ലാവരും ഈ നാട് വിട്ട് പോയിക്കോള്. അപ്പൊ നമുക്ക് ഈ ഫുർഫുറി നഗരം മുഴുവനും വളരെ സുഖമായിട്ട് കൊള്ളയടിക്കാം. വരൂ, വവ്വാലുകൾ വരുന്നുണ്ട്, വവ്വാലുകൾ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ നഗരം വിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ദേഹത്ത് സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ വവ്വാലുകൾ നിങ്ങളെ പൊക്കിക്കൊണ്ട് പോയിക്കോളൂ. അവറ്റകൾക്കൊരു തീറ്റയും ആവുമല്ലോ. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, അവറ്റകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ബാറ്റിൽ നിന്ന് രക്ഷിക്കൂ. ഞങ്ങളെ വവ്വാലിൽ നിന്ന് രക്ഷിക്കൂ. എന്റെ അമ്മോ, എന്റെ നഗരത്തിൽ വവ്വാലുകൾ എങ്ങനെ വന്നു? ഞാൻ ഇപ്പൊ തന്നെ അവരെ ഓടിച്ചോളാം. എന്റെ അമ്മോ, ഇത്രയും വലിയ വവ്വാലുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. രക്ഷിക്കണേ. വേണ്ട. ചിങ്കം സർ ബാറ്റ്. അതെ അതെ, എനിക്കറിയാം വവ്വാലാണെന്ന്. അതും വലിയ വവ്വാലുകൾ. ചിങ്കം സർ ബാറ്റ്. താൻ എന്തിനാണോ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നത്? എന്തോ വവ്വാലിന്റെ പുറകെ തന്നെ ഉള്ളത് പോലെ. എന്റെ അമ്മോ, ഓടിക്കോ. കൂട്ടുകാരെ, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുത്ത് വീട് വിട്ട് ഇവിടെ കാട്ടിൽ വന്ന് ഒളിച്ചിരിക്കണം. ഓക്കേ? ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ നഗരം മുഴുവനും ഇപ്പൊ നമ്മുടെയാണ്. നഗരം മുഴുവനും നമ്മുടെയാണ്. എല്ലാ സാധനവും കൊള്ളയടിച്ചോ. ഒരു സാധനം പോലും വെറുതെ വിടരുത്. വേഗം വേഗം അവിടെ നോക്ക്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവിടെ 10 പൈസയുടെ സാധനം പോലും ഇല്ലല്ലോ. ഇത്രയും ദരിദ്രവാസികളാണോ ഇവിടെ താമസിച്ചത്? ഏയ്, എനിക്ക് കൊള്ളടിക്കാൻ ഒന്നും കിട്ടിയില്ല. ഇനി ഞാൻ എന്താ അടിക്കുന്നത്? ബോസ് ബോസ്, ഇനിയിപ്പോ അങ്ങ് ഫുർഫുറി നഗരത്തിൽ എങ്ങനെ ഡോണായി ജീവിക്കുക? ഇവിടെ ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലല്ലോ. അല്ല, ഇത് വെറും 3 പേരല്ലേ ഉള്ളൂ. ഇതുകൊണ്ട് എത്ര ദിവസം വയറ് നിറയ്ക്കാനാ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ബോസേ, എനിക്ക് തോന്നുന്നത് ഈ നീളമില്ലാത്തവൻ അവരെ എല്ലാവരും പേടിപ്പിച്ച് ഓടിപ്പിച്ചെന്നാ. ഓക്കേ, എന്നാ പിന്നെ ആദ്യം ഈ 3 സാധനങ്ങളെ അങ്ങ് തിന്നേക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. യമ്മി യമ്മി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യന്മാരുടെ ഭാഷ സംസാരിക്കാൻ പറ്റുന്നത്? ഞങ്ങൾ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന അപകടകാരികളായ ബാറ്റാണ്. ഒരു ആദ്യം ഇവര് വൃത്തിയാക്കാം. നാറ്റമുള്ള മനുഷ്യരെ നമ്മൾ കഴിക്കില്ലല്ലോ. സോറി സോറി, തെറ്റ് പറ്റിപ്പോയി. ഫുർഫുറി നഗരത്തിലുള്ളവരെ ഒന്ന് തിരിച്ചു വാ. എന്നെ ഒന്ന് രക്ഷിക്ക്. വേഗം വാ പ്ലീസ്. ഓടിക്കോ ബോസ്, ഓടിക്കോ. അതെ, ആ ചെറിയോനെ നീ തിന്നോ. ആ തടിയന്മാരെ ഞാൻ തിന്നോളാട്ടോ. എന്നാ പിന്നെ ആദ്യം ഈ 3 സാധനങ്ങളെ അങ്ങ് തിന്നേക്കാം. വേണ്ട, എന്നെ ചവച്ചാൽ ഒരു രുചിയും ഉണ്ടാവില്ല.
എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ഈ കുരിശിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണേ. ഞാൻ വിളിച്ചാൽ നിങ്ങൾക്ക് എന്താ കേൾക്കാൻ പാടില്ലേ? ഒരു കുഞ്ഞാടിന്റെ അപേക്ഷയാണ്. ഒന്ന് ഇത് നിങ്ങളുടെ സ്പ്രേ ഐഡിയ കാരണം ഉണ്ടായതാ. എല്ലാം പൊളിയുന്ന ഐഡിയ ചിന്തിക്കൂ, എന്നിട്ടും പഠിക്കുന്നില്ലല്ലോ. ഈ സ്പ്രേ ആണ് ഇതിനെല്ലാം കാരണം. ഈ സ്പ്രേ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇത് പടിയായിരുന്നു, 8ന്റെ പടിയായിരുന്നു അല്ലേ? ലെവന്മാര് വവ്വാലിന്റെ വേഷം കെട്ടി എന്റെ അടുത്ത് വന്നിട്ട് എനിക്കിട്ട് 8ന്റെ പടിയാ തന്നത്. പണ്ടുള്ളവര് പറഞ്ഞതുപോലെ ആല് മുളച്ചതുപോലെ ആയല്ലോ. ബൈ ബൈ ജോൺ. ചിങ്കം സാറെ രക്ഷിക്കണേ. Watch India's largest kids library only on Geo Hotstar. Download the app now.